ഹായ് എവ്രി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ റീസണിങ്ങിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഫ് എ മീൻസ് മൾട്ടിപ്ലിക്കേഷൻ, ബി മീൻസ് അഡീഷൻ, സി മീൻസ് സബ്ട്രാക്ഷൻ ആൻഡ് ഡി മീൻസ് ഡിവിഷൻ, then what will be the value of the following expression? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടെ തന്നിട്ടുള്ള എക്സ്പ്രഷൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത് എന്നാണ്. അപ്പം നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ 102 എടുത്ത് എഴുതാം. 102. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഡി ആണ്. ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. പിന്നെ 17 വന്നു. പിന്നെ ബ്രാക്കറ്റ് ഉണ്ട്, അത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എടുത്തെഴുതി. പിന്നെ വന്നിട്ടുള്ളത് ബി ആണ്. ബി എന്ന് പറയുമ്പോൾ എന്താണ്? അഡീഷൻ അല്ലേ? ഇപ്പോൾ പ്ലസ് കൊടുത്തു. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 5 ഉണ്ട്. അടുത്തത് എ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ എന്ന് പറയുമ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും കൊടുത്തു. ഇനി നമുക്കിത് സോൾവ് ചെയ്തൂടെ? എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമുക്ക് ബോർഡ് മാസ് റൂൾ അറിയാം. വി ബോർഡ് മാസ്. അപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് നോക്കണം. ഏതാണ് വരുന്നത്? 102 ഡിവൈഡഡ് ബൈ 17 വരുന്നുണ്ട്. പിന്നെ അടുത്തത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഏതാണ് വരുന്നത്? 5 ഇൻറ്റു 3. അപ്പോൾ 3 5 15. പിന്നെ 102 ഡിവൈഡഡ് ബൈ 17 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 102 ഡിവൈഡഡ് ബൈ 17 എന്ന് പറയുമ്പോൾ 1 7 7 7 14 3 7 21 4 7 28 5 7 35 6 7 42. 6 വട്ടം പോവുമോ? നോക്കി നോക്കാം. അപ്പോൾ 6 വട്ടം പോകുമ്പോൾ എത്രയാണ് വരിക? 17 ഇൻറ്റു 6 നോക്കി നോക്കാം. 42 2 സിസ്റ്റം 4 1 6 6 4 10. അപ്പോൾ 102 തന്നെ വരുന്നുണ്ട്. അപ്പോൾ എത്ര വട്ടം പോവും? 6 വട്ടം പോവും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ബ്രാക്കറ്റ് സോൾവ് ചെയ്തപ്പം 6 കിട്ടി. പിന്നെ പ്ലസ് വന്നു. പിന്നെ 35 എന്ന് പറയുമ്പോൾ 15. അപ്പോൾ 6 പ്ലസ് 15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 21 അല്ലേ വരുന്നത്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കിയാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ്റർചേഞ്ചസ് ഓഫ് സൈൻ വുഡ് മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ്? നമുക്കിവിടെ കുറച്ച് സൈനുകൾ തന്നിട്ടുണ്ട്. ഇതിലേതൊക്കെ സൈന് ഇൻ്റർചേഞ്ച് ചെയ്താലാണ് ഈ ഇക്വേഷൻ കറക്റ്റായിട്ട് വരിക എന്നാണ്. അപ്പം നമുക്കിത് സോൾവ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷനിൽ എന്താണ്? ഡിവിഷനും അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പം നമുക്കത് ചെയ്ത് നോക്കാം. 3 മൈനസിലൊരു ചേഞ്ചും വരുന്നില്ല. 6 അവിടെ ഡിവൈഡഡ് ബൈ ആണ് വന്നുള്ളത്. അതെന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. പിന്നെ 9 പ്ലസിൻ്റെ അവിടെ ചേഞ്ച് വരുന്നില്ല. 6 ഇൻറ്റുവിൻ്റെ അവിടെ എന്താവും? ഡിവൈഡഡ് ബൈ വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? വി ബോർഡ് മാസ് എന്ന് പറയുന്നതാണ് റൂള്. ഫസ്റ്റ് ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 6/2 എന്ന് പറയുമ്പോൾ 3. പിന്നെ ഇവിടെ എന്താണ്? 6 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 54 അല്ലേ? നമുക്കത് എടുത്തെഴുതുമ്പോൾ 3 മൈനസ് 54 പ്ലസ് 3 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായാലും 6 വരില്ലല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ടാമത്തെ ഓപ്ഷനിൽ പ്ലസും അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഇൻ്റർചേഞ്ച് ആയി. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്കത് റീറൈറ്റ് ചെയ്യുക. എക്സ്പ്രഷൻ എങ്ങനെ വരിക? 3 മൈനസ് 6 ഡിവൈഡഡ് ബൈ 9. പ്ലസിൻ്റെ അവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ വരും. പിന്നെ 6 മൾട്ടിപ്ലിക്കേഷൻ്റെ അവിടെ എന്താവും? പ്ലസ് ആവും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 6 വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? ഡിവിഷനാണ്. ഡിവിഷൻ എങ്ങനെ വരിക? 3 മൈനസ് 6/9 എന്ന് എഴുതാമല്ലോ നമുക്കതിനെ. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ 6 വരുന്നുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? അപ്പോൾ നമുക്കിവിടെ സിംപ്ലിഫൈ ചെയ്തൂടെ? 3 എത്ര വട്ടം പോവും? 6ൽ 2 വട്ടം പോവും. 9ൽ 3 വട്ടം പോവും.
പിന്നെ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. 3 3-ൽ ഒരു വട്ടം പോവും, 6-ൽ 2 വട്ടം പോവും. അപ്പോൾ എത്ര വരിക? 3 മൈനസ് ഇവിടെ 2 ഉണ്ടല്ലോ, 2 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4. അപ്പോൾ 3 മൈനസ് 4 പ്ലസ് 2 എന്ന് പറഞ്ഞു വരും. അതെന്തായാലും 6-ന് ഈക്വൽ അല്ലല്ലോ വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിവൈഡഡ് ബൈയും അഡിഷനും ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്ത് നോക്കാം. 3 മൈനസ് മാറ്റമൊന്നും വരുന്നില്ല, 6 ഡിവൈഡഡ് ബൈൻ്റെ അവിടെ എന്താവും? അഡീഷൻ ആവും, പ്ലസ് ആവും. പിന്നെ 9 പ്ലസിൻ്റെ അവിടെ എന്താവും? ഡിവിഷൻ ആവും. 6 ഇൻറ്റു എത്ര വരുന്നത്? 2 ഇസ് ഈക്വൽ ടു 6. അപ്പോൾ ഇത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ട ഓപ്പറേഷൻ ഡിവിഷൻ ആണ്. ഡിവിഷൻ ചെയ്യുമ്പോൾ എത്ര വരിക? നമുക്കത് ഫ്രാക്ഷനിലേക്ക് എഴുതാം. 3 മൈനസ് 6 പ്ലസ് 9/6 വരും. പിന്നെ ഇവിടെ എന്താണ്? മൾട്ടിപ്ലൈഡ് ബൈ 2 ഉണ്ട്. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തൂടെ ഇത്? ഫ്രാക്ഷൻ 2 2-ൽ ഒരു വട്ടം പോവും, 6-ലോ 3 വട്ടം പോവും. 9/3 എന്ന് പറയുമ്പോൾ എത്രയാ? 3 അല്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 3 മൈനസ് 6 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 6. അപ്പോൾ ഇതെന്തായാലും 6 വരില്ലല്ലോ. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനും കറക്റ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഏത് വരണം? നാലാമത്തെ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നാലാമത്തെ ഓപ്ഷനിൽ എന്തൊക്കെയാണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്? സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനുമാണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. 3 മൈനസ് 6 അല്ല വരുന്നത്. അപ്പം മൈനസിൻ്റെ പകരം അവിടെ എന്താവണം? മൾട്ടിപ്ലിക്കേഷൻ ആവണം. 6 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഒന്നും വരുന്നില്ല, 9 ഉണ്ട്, പ്ലസിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ അടുത്ത് മൈനസ് വരും, സബ്ട്രാക്ഷൻ വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ ഏതാണ്? ഡിവിഷൻ ആണ്. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു 6/9 എന്ന് എഴുതാം, പ്ലസ് 6 മൈനസ് 2 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യും. ഈ ഫ്രാക്ഷൻ 6 ഡിവൈഡഡ് ബൈ 6-ൽ നമുക്ക് 3 എത്ര വട്ടം പോവും? 2 വട്ടമല്ലേ പോവുക? 2 വട്ടം. 9-ൽ 3 വട്ടം പോവും. പിന്നെ ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അത് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ക്യാൻസൽ ആവും. അപ്പോൾ എത്രയാണ് വരിക? 2 പ്ലസ് 6 മൈനസ് 2 ഈസ് ഈക്വൽ ടു എത്ര വരിക? ഇവിടെ -2 +2 ക്യാൻസൽ ആവും, 6 തന്നെ വരും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പം നാലാമത്തെ ഓപ്ഷനാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഇന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നുള്ളൂ. അപ്പം നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? നമുക്കിവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റത്തെ ടേം ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടില്ലേ? ആ ടേമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ടേം എന്താണ്? 3, പിന്നെ 4, പിന്നെ 10 വന്നിട്ടുണ്ട്, പിന്നെ 33 വന്നിട്ടുണ്ട്, പിന്നെ 136 വന്നിട്ടുണ്ട്. അടുത്ത ടേമാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? നോക്കി നോക്ക്. ഫസ്റ്റ് ആഡ് ആകുന്നത് എത്രയാണ്? 1 ആണ്. രണ്ടാമത് ആഡ് ആകുന്നത് 6 ആണ്. അപ്പം അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ ഐഡിയ കിട്ടുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി സീരീസിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കുറച്ച് സീരീസിൻ്റെ മോഡലൊക്കെ. എങ്ങനെയായിരുന്നു? അപ്പം നമുക്ക് 3-ന് എങ്ങനെ 3 4 ആയത് എങ്ങനെ എഴുതാം? 3 × 1 + 1 എന്ന് പറഞ്ഞ് എഴുതാലോ. 4. പിന്നെ 4 10 ആയതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 2 + 2. 4 × 2 എന്ന് പറയുമ്പോൾ 8, 8 + 2 എന്ന് പറയുമ്പോൾ 10 ആയി. അങ്ങനെയാണെങ്കിൽ അടുത്തത് വരേണ്ടത് 10 × 3 + 3. 10 × 3 എന്ന് പറയുമ്പോൾ 30, 30 + 3 എന്ന് പറയുമ്പോൾ 33 വന്നു. അപ്പോൾ നമുക്ക് സീരീസ് കിട്ടിയാൽ എങ്ങനെയാണ് വരുന്നതെന്ന് ഇനി നമുക്ക് ലാസ്റ്റത്തെ ടേം കണ്ടുപിടിക്കാം. അടുത്തത് വരുന്നത് 33 × 4 ആണ് ചെയ്യേണ്ടത്. 33 × 4 + 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 136 കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്ത് ചെയ്യേണ്ടത്?
136 ഇൻറ്റു 5+5 ചെയ്യണം. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 136 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 6 5 30 0 ശിഷ്ടം 3 3 5 15 15+3 എന്ന് പറയുമ്പം 18 8 ശിഷ്ടം 1 1 5 പിന്നെ ഒരു ശിഷ്ടം ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ 680 680+5 എന്ന് പറയുമ്പോൾ എത്രയാണ് ഫൈനൽ ആൻസർ വരിക? 685. ഏതാണ് ഓപ്ഷൻ കറക്റ്റ് വരുന്നത്? 685 എന്ന് പറയുമ്പം 4ാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ സീരീസിൻ്റെ കുറച്ച് മോഡലൊക്കെ പഠിച്ചു വെക്കണം. അങ്ങനെയാണ് നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? 4ാമത്തത് ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നേരത്തെ സീരീസിനെക്കാട്ടും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റത്തെ ടേം 12 12 14 20 34 60. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഡിഫറൻസ് എടുത്ത് നോക്കാം. 12 14 അപ്പോൾ പ്ലസ് 2 വരുന്നത്. പിന്നെ 14 20 പ്ലസ് 6. പിന്നെ 20 34 അപ്പോൾ എത്രയാണ് ഇവിടെ? 14 ആഡ് ആകുന്നത് 14. പിന്നെ 34 60 അപ്പോൾ എത്രയാണ് ആഡ് ആവുന്നത്? 60 മൈനസ് 34. 10ന്ന് 4 പോയിട്ടുണ്ടെങ്കിൽ 6, 5ന്ന് 3 പോയിട്ട് 2, 26 ആഡായി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഒരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് ഒന്നോടെ ഡിഫറൻസ് എടുത്ത് നോക്കാം. അപ്പോൾ 2 6 അതെങ്ങനെയാവുക? +4 ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ 6 14 അപ്പോൾ എത്രയാണ് വരുന്നത്? +8 വരുന്നത്. പിന്നെ അതേപോലെ തന്നെ 14 26 അപ്പോൾ എത്രയാണ് വരുന്നത്? 12 വരുന്നത്. അപ്പോൾ ഇവിടെ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ആഡ് ആകുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അടുത്തത് ആഡ് ചെയ്യേണ്ടതാണ് 1 4 4 24 8 3 4 12 4 16. അടുത്ത 16 ആഡ് ചെയ്യണം. 26ൻ്റെ ഒപ്പം 16 ആഡ് ചെയ്യണം. 26 + 16 എന്ന് പറയുമ്പോൾ 6 6 12 2 ശിഷ്ടം 1 3 4 42 വരും. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത് 42 ആണ്. അപ്പോൾ 60 + 42 എന്ന് പറയുമ്പോൾ എത്രയാണ്? 102 അല്ലേ? 102 എന്ന് പറയുമ്പം 4ാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മളിവിടെ ഡിഫറൻസ് 2 വട്ടം എടുക്കണം. ചിലപ്പോൾ നമുക്ക് ചില കേസിൽ 3 വട്ടം ഡിഫറൻസ് എടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് related to the 5th number in the same way as the second number is related to the first number and the 4th number is related to the 3rd number. അപ്പോൾ ഇവിടെ 5ഉം 13ഉം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ 9ഉം 69ഉം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 13ഉം ഏത് നമ്പറുമായിട്ടാണ് റിലേഷൻ വരുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്താലോ? അപ്പോൾ ആദ്യം തന്നെ 5 13 എങ്ങനെ വരിക? പിന്നെ 9 69 എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? നോക്കി നോക്ക്. ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്ന എത്രയാണ് നമുക്ക് നോക്കാം. 5 13 ആകുമ്പോൾ ആഡ് ചെയ്യുന്ന എത്രയാണ്? 8 അല്ലേ? പക്ഷേ 9 69 ആകുമ്പോൾ 8 അല്ല ആഡ് ചെയ്യുന്നത്, വലിയ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് ആ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് ആൻസർ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കി നോക്കാം. പിന്നെന്താണ്? ഈ 13 5ൻ്റെ സ്ക്വയറിൻ്റെ അടുത്ത് വരുന്നുണ്ടോ? ഏകദേശം അടുത്ത് വരുന്നുണ്ട്. പിന്നെ 9ൻ്റെ സ്ക്വയർ 81 81ൻ്റെ അടുത്തും ഏകദേശം ആര് വരുന്നുണ്ട്? 69 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്വയർ ചെയ്തിട്ട് എന്തെങ്കിലും മൈനസ് ചെയ്യുമ്പോൾ ആൻസർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 25 25 എത്രയോ കുറച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്? 13 കിട്ടിയെന്ന് പറഞ്ഞ് നോക്കാം.
അപ്പോൾ എത്രയാണ് കുറയ്ക്കുക? 25 മൈനസ് 13 എന്ന് പറയുമ്പോൾ 12 അല്ലേ? 12 25-ൽ നിന്ന്, അതായത് സ്ക്വയറിൽ നിന്ന് 12 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 13 കിട്ടും 5-ൻ്റെ സ്ക്വയറിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ 9-ൻ്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 81 വരുന്നത്. 81-ൽ നിന്ന് 12 മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ 11 വരും, 7 വരും. 11-ൽ നിന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരിക? 9 വരിക. 7-ൽ നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ 6 വരിക. 69 തന്നെ കിട്ടി. അപ്പോൾ 9-ൻ്റെ സ്ക്വയറിൽ നിന്ന് 12 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 69 കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? 13-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് 12 മൈനസ് ചെയ്യുക. അപ്പോൾ 13-ൻ്റെ സ്ക്വയർ എത്രയാണ് വരിക? 169 വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്ക്വയറൊക്കെ പഠിച്ചു വെക്കണം. അപ്പോൾ 169-ൽ നിന്ന് 12 മൈനസ് ചെയ്യുക, എത്ര കിട്ടുന്നത് നോക്കാം. 9-ൽ നിന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ 9 പോയി 8 പോയി 7 വരും. പിന്നെ 6-ൽ നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ 5. പിന്നെ എത്രയാണ് വരുന്നത്? 1. 157 ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 157. ഏതാണ് ഓപ്ഷൻ? ഒന്നാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസാണ് നോക്കുന്നുള്ളൂ. എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായി പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.